കുറച്ച് ദിവസമായി നമ്മൾ ടി വി വെച്ചാലും ഫോൺ എടുത്താലും കാണുന്ന ഈ ഒരു കാഴ്ചയാണ്. തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടാക്കുന്നിടത്ത് വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു. കുറച്ച് മനുഷ്യർ മരിക്കുന്നു. വളരെ കഷ്ടമായ കാര്യമാണ്. നമ്മൾ ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം വരുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവും സർക്കാർ നോക്കും. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, സമാധാനമായി, സർക്കാർ കൂടെ ഉണ്ടല്ലോ എന്ന്, അല്ലേ? പക്ഷേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 14 ലക്ഷം രൂപ ആരുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്? ഇത് മുഖ്യമന്ത്രിയുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള കാശല്ല. നിങ്ങളും ഞാനും ഒക്കെ രാവിലെ എണീറ്റ് കടയിൽ പോയി വാങ്ങുന്ന പാലിനും വണ്ടിക്ക് അടിക്കുന്ന പെട്രോളിനും കൊടുക്കുന്ന ടാക്സ് ആണിത്. അതിന്റെ കാശിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള, കിലോ കണക്കിന് സ്വർണം ഇരിക്കുന്ന അമ്പലത്തിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പണിയെടുത്ത് മരിച്ചവർക്ക് എന്തിനാണ് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നത്? ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് കാശെടുത്ത് കൊടുത്തുകൂടെ? 2018 നമ്മുടെ കേരളം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന സമയത്ത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അവരുടെ കയ്യിലുള്ള ഫണ്ടിൽ നിന്ന് കുറച്ച് കാശെടുത്ത് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാമെന്ന്. അന്ന് എന്താ ഉണ്ടായെന്നറിയാമോ? ചില രാഷ്ട്രീയ നേതാക്കൾ നേരെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തോ, അമ്പലത്തിലെ കാശ് പൊതു ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതോടെ കോടതി അത് തടഞ്ഞു. അതായത് ദുരന്തം എത്ര വലുതാണെങ്കിലും അമ്പലത്തിലെ ഫണ്ട് തൊടാൻ പാടില്ല. ശരി, അപ്പോൾ നിയമം അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ തമാശ. കുറച്ചു കാലം മുമ്പ് കോവിഡ് വന്ന് അമ്പലങ്ങളൊക്കെ അടച്ചിട്ട സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് അമ്പലങ്ങളിൽ വരുമാനമില്ല, ശമ്പളം കൊടുക്കാൻ കാശില്ല. അന്ന് എന്താണ് ഉണ്ടായത്? നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡിനെ കൊടുത്തത്. അതായത് നമ്മൾ അടയ്ക്കുന്ന ടാക്സ്. നിയമത്തിന്റെ ഒരു നൂലാമാലകളും ഇല്ലാതെ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ഡയറക്റ്റ് ആയിട്ട് അമ്പലത്തിൽ പോകാം. പക്ഷേ തിരിച്ചോ? അവിടെ നിന്ന് കാശെടുക്കുമ്പോഴാണ് ഈ നിയമത്തിന്റെ എല്ലാ കളികളും നടക്കുന്നത്.